ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മുടെ ബ്യൂട്ടി ടിപ്പാണ്. 2 ദിവസം കൊണ്ട് കള്ളത്തരമാണ് കേട്ടോ. എനിക്ക് പെടലിക്ക് വേദനയാണ് കൂട്ടുകാരെ. പെടലിക്ക് വേദന അതേ അങ്ങോട്ടും തിരിക്കാൻ വയ്യ, ഇങ്ങോട്ടും തിരിക്കാൻ വയ്യ, മുടി പോലും നേരാ ചൊവ്വനൊന്ന് ചെയ്യാൻ വയ്യ. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് പെടലിക്ക് വേദന ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ വേറൊരു സൂത്രപ്പണി ചെയ്തു. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞേ, അമ്മയ്ക്ക് പെടലിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നു, മോളിച്ച് തൈലം എടുത്ത് പുരട്ടി തരാം. ഇന്നലെ മൊത്തത്തിൽ ഇടിച്ച് വീഴ്ച ഇപ്പോൾ എനിക്ക് ഒട്ടും അനങ്ങാൻ വയ്യാതെ വന്നു കേട്ടോ. എനിക്ക് അങ്ങോട്ടും ഒട്ടും ഇവിടെ വരെ ഒക്കത്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് നല്ലതായിട്ട് നമുക്ക് തിരിയാനൊക്കും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുക, സ്റ്റക്കായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു ഇന്നലത്തെ ആ അത്രയ്ക്കെന്നെല്ലാം തിരുമായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ നീരൊക്കെ ഉണ്ട്. ആരുടെയൊക്കെയോ പ്രാക്കുണ്ടെന്ന് തോന്നി ഈയിടെയായിട്ട് കേട്ടോ. ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് 2-3 ദിവസം കൊണ്ട് കള്ളത്തരമായിരുന്നു. അപ്പോഴൊത്തിരി പേരൊക്കെ ചോദിച്ച് ബ്യൂട്ടി ടിപ്പൊക്കെ തീർന്നു, കാർക്കൂന്തലൊക്കെ വളർത്തി കഴിഞ്ഞോന്ന്. നമ്മൾ നിർത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, നിർത്തിയിട്ടില്ല കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചു. അത് കളിയാക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കറിയാമല്ലോ, നമ്മളെ കളിയാക്കുന്നതും വേറൊരു തരത്തിൽ നമ്മളോട് ചോദിക്കുന്നതുമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കളിയാക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുക, നിർത്തിയിട്ടില്ല, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. കുഞ്ഞു ടിപ്പുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇന്ന് നമുക്ക് മുഖത്ത് ഒന്ന് പളവള മിനുമിന ഒക്കെ ഒന്ന് മിനിക്കാം കേട്ടോ. അപ്പോൾ 2 സംഭവങ്ങൾ മാത്രം മതി ഇതിന് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവമാണ്. 2 സംഭവങ്ങൾ മതി. ഞാൻ നേരത്തെ ഇതിൻ്റെ കൂടെ വേറെ എന്തോ ഇട്ടൊന്ന് ചെയ്തായിരുന്നു. അതും നല്ല കിടക്കാച്ച റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സംഭവം ഇട്ട് നമ്മൾ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പോഴേ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴേ പാൽപ്പാടയും കടലമാവും കൊണ്ടുള്ള നല്ലൊരു പായ്ക്കാണ് നമ്മുടെ മുഖത്ത് ഇട്ട നല്ല ഗ്ലേസിങ്. മുഖക്കുരുവൊക്കെ വന്നപ്പോൾ ഞാൻ തറയെ പേപ്പർ ഇട്ടേക്കും കേട്ടോ. നമ്മളിവിടെ തേക്കുമ്പോഴേ ഫുള്ളിവിടെ ആവും. അതിന് പേപ്പർ ഇട്ടേക്കും. അപ്പോഴേ ഈ കടലമാവും പാൽപ്പാടയും മാത്രം മതി കേട്ടോ. നല്ല കിടുക്കാച്ചി സംഭവം. നമുക്കറിയാമല്ലോ കടലമാവിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് പാൽപ്പാടയും കൂടെ ആകുമ്പോൾ 2 പേരും കൂടെ കൂട്ടുകൂടി ഉണ്ടല്ലോ, നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലീനാക്കി തരും കേട്ടോ. ഇതേണ്ട നമ്മൾ പാൽപ്പാട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൽപ്പാട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാലും അതിനകത്തായെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. പാൽപ്പാട തന്നെയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും ഒക്കത്തില്ല. ഞാൻ ഇന്നത്തെ തന്നെ കേട്ടോ, ഇന്നത്തെ നമ്മുടെ പാൽപ്പാട എടുത്തേക്കുന്നത്. അപ്പോഴേ അതെടുക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ കുറച്ച് പാലൊക്കെ നമുക്കാവും, അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനൊക്കത്തില്ല, പാടായിരിക്കും കേട്ടോ. പാൽപ്പാട തന്നെ വേണമെന്നൊന്നുമില്ല, പാലും കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പം മിക്സ് ചെയ്തെടുക്കാനൊക്കെ ചിലർക്ക് പാടാവും. അപ്പോഴേ എന്നെ തെറി വിളിക്കരുത് കേട്ടോ. പാലും കൂടെ എടുത്തൊന്നും ഒന്നും പറയത്തില്ല, ഞാൻ വഴക്കൊന്നും പറയത്തില്ല കേട്ടോ. അപ്പോഴെന്തായാലും പാട എടുക്കുമ്പോൾ അതിനകത്ത് പാലുണ്ടല്ലോ കുറച്ച്. അപ്പോഴേ നമുക്കത് കൂടെ ഞാൻ പിന്നെ 2 ഇൻഗ്രീഡിയൻസ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേട്ടോ, പാൽപ്പാട മാത്രം എടുത്താൽ നമുക്കത് മിക്സ് ചെയ്യാനൊക്കത്തില്ല. തെറി പൂരം ഒന്നും എന്നെ വിളിച്ച് ആക്ഷേപിക്കരുത് കേട്ടോ. അപ്പോഴേ ഇതേ ആവശ്യത്തിന് നമുക്ക് കടലമാവ് കേട്ടോ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചേക്കുക. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്നതുകൊണ്ട് കുറച്ച് വേറൊരു പാത്രം ഇങ്ങനെ ഞാൻ ചെറിയ ടിന്നകത്ത് ഇട്ടിരിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും, എനിക്കും മോക്കും ചെയ്യണമല്ലോ. അപ്പോഴും ഞങ്ങൾ 2 പേരും എപ്പോഴും ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചെടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചെടുക്കാം, ആവശ്യത്തിന് നമുക്ക് എടുക്കാം. എന്നിട്ട് അതേ മിക്സ് ചെയ്തണം. പാൽപ്പാട വേണം കേട്ടോ, പാൽപ്പാട നന്നായിട്ട് വേണം. കുറച്ച് പാല് മതി കേട്ടോ. മിക്സായി വരണ്ടേ. മിക്സായി എന്തായാലും ഇത്തിരി നേരം നമുക്ക് ഒന്ന് വെച്ചേക്കാം കേട്ടോ. ഇത് ഇത്ര മതി കേട്ടോ. ഞാൻ ഇത്ര എടുത്തുള്ളൂ, ആവശ്യത്തിന് എടുത്തുള്ളൂ. 2 കുഞ്ഞ് സ്പൂണേലെ എനിക്കത് മതി കേട്ടോ. അപ്പോഴേ ഇതൊന്ന് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല പാൽപ്പാട തന്നെ ആയാലും പാൽപ്പാട എടുക്കുമ്പോൾ ഇച്ചിരി ഒരു പാലൊക്കെ നിങ്ങൾ എടുത്തോട്ട് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്തണ്ടേ. ഞാൻ നമ്മളെന്തോ ഒന്നും അറിയാത്തവരാണോ
പാൽപ്പാട മാത്രം മതിയെന്ന് പറഞ്ഞാൽ ഈ കടലമാവ് ഒന്ന് മിക്സ് ചെയ്തൊക്കെ വരണ്ടേ എൻ്റെ കൂട്ടുകാരെ. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത്രയും മതി കേട്ടോ. നന്നായിട്ട് മുഖത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കും. ഇത് ഇത്തിരി നേരം ഒന്ന് ഇരിക്കട്ടെ, ഞാനൊന്ന് കലക്കി അങ്ങ് വയ്ക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാട്ടോ. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ കാർക്കൂന്തൽ വളർത്തുന്നതിന് ഒരുപാട് പേരെന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കളിയാക്കേണ്ട കാര്യമേ ഇല്ല. സത്യം, ഞാനൊരു ഷോർട്ട് ഇട്ടായിരുന്നല്ലോ, അപ്പോഴാ മുടിയിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് എന്ത് മാറ്റം സംഭവിച്ചെന്ന് അറിയാമോ? ഇത്തിരി മെനഞ്ഞാന്ന് മോളെയും കൊണ്ട് മുടി മുറിപ്പിച്ചു കേട്ടോ. മുടിയുടെ തുമ്പും വീണ്ടും മുറിപ്പിച്ച് എനിക്ക് ഇപ്പം ഇപ്പോൾ ഒരുപോലെ ഇടക്ക് മുടിക്ക് നല്ല കറുപ്പും തോന്നിക്കുന്നുണ്ട്. ഇപ്പം മുടി മുറിച്ചിട്ടേക്ക് കേട്ടോ. മുടി മുറിച്ച് എനിക്ക് അങ്ങനെ ഇങ്ങനെ വാലായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ നേരെ കുറച്ച് ഇങ്ങനെ പിടിച്ച് നമ്മൾ മുറിച്ചിട്ടേക്ക് കേട്ടോ. അപ്പോൾ ആരും കളിയാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കിട്ടും കേട്ടോ. അപ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മുടിയുടെ ആ ഒരു അവസ്ഥ. എൻ്റെ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ആ മുടിയുടെ അവസ്ഥ. മുടി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. മുടി പൊഴിച്ചിൽ ഇവിടെയൊക്കെ നല്ലതായിട്ട് മുടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും നമ്മളിത് എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ മുടി ഇത്രയും പോകുമ്പോഴാണ് ഞാനിപ്പോൾ എൻ്റെ ആ പഴയ വീഡിയോ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. ഇവിടുത്തെ എല്ലാം മുടി പോയി എന്തെങ്കിലും നല്ല ഇതുണ്ടായിരുന്നു. അപ്പോഴിതൊക്കെ ചെയ്ത് എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ആരും എന്നെ കളിയാക്കണ്ട. അപ്പോൾ സത്യം, കളിയാക്കാൻ വരുന്നവർ അങ്ങനെ തന്നെ ആണല്ലോ പറയുന്നത്. മുടിയുടെ പാരം കൊണ്ട് നിൽക്കാൻ വയ്യ, അങ്ങനെയൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമേ ഇല്ല കേട്ടോ. നമ്മൾ ഓരോന്നും ചെയ്ത് നമുക്ക് ഫലം ഉണ്ടായി വരുമ്പോൾ ഭയങ്കര സന്തോഷം. അതിപ്പോൾ ആര് കളിയാക്കിയാലും നമുക്കൊന്നുമില്ല കേട്ടോ. എനിക്കൊന്നുമില്ല. ആര് വേണേലും കളിയാക്കും, നിനക്ക് മുടിയില്ല എന്നിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടോ. ഞാനതൊന്നും ഗൗനിക്കുന്നേ ഇല്ല. എനിക്ക് പിന്നെ ചേച്ചിമാരൊക്കെ അവരൊക്കെ ചെയ്ത് അവർക്കൊക്കെ വ്യത്യാസം വന്നപ്പോൾ അപ്പോഴും ഞാനും അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി നല്ല മാറ്റമുണ്ട്. ആ മുട്ടയുടെ മുട്ട ഇപ്പോൾ ഒത്തിരി ദിവസം കൊണ്ട് തേക്കുന്നില്ല. പനി ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തലയിലോ അങ്ങനെ വലുതായിട്ട് ഞാൻ ഇപ്പോൾ ഒന്നും തേക്കുന്നില്ല. തൊണ്ടയ്ക്ക് നല്ലതായിട്ട് വേദന, അപ്പോഴേ തണുപ്പ് കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം ഇതൊന്ന് ഇരിക്കട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് ഇരിക്കും. ഞാൻ ഒന്ന് എല്ലാ കട്ടയെല്ലാം വെച്ച് ഒരു കട്ടയുണ്ടല്ലോ ഈ കടലമാവിന്, ഒരു കട്ടയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ റെഡിയായി. 5 മിനിറ്റൊക്കെ വെക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടുകൂടും കേട്ടോ. ഇല്ലെങ്കിൽ കൂട്ടുകൂടിയില്ലെങ്കിൽ നമുക്ക് കൂട്ടുകൂടിപ്പിക്കണം കേട്ടോ. അപ്പോഴതേ ഇങ്ങനെ ഒരു ഇത്തിരി ഇതാവും. എപ്പോഴും നമ്മൾ പാൽപ്പാട കൂടുതലായിട്ട് എടുക്കണം കേട്ടോ. പാലെടുക്കണം, ഒന്ന് മിക്സ് ആവണമെങ്കിൽ പാൽത്തിരി വേണം. പക്ഷേ പാൽപ്പാട കുറച്ച് തോനെ എടുക്കണം കേട്ടോ. അപ്പോഴതേ നമുക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഇവിടെ ഞാൻ ഇന്ന് തേക്കുന്നില്ല കേട്ടോ. തൈലമൊക്കെ പുരട്ടണം. ഇവിടെ ഒന്നും നമ്മളിന്ന് പുരട്ടുന്നില്ല കേട്ടോ. ഇത്രയും ഭാഗം നമുക്ക് പുരട്ടി കൊടുക്കാം. രാവിലെ കുളിച്ചതാണ്. അപ്പോഴേ ഇവിടെയൊക്കെ പുരട്ടെ. വീണ്ടും എനിക്ക് തൈലമൊക്കെ പുരട്ടി എന്തെങ്കിലും ചൂടൊക്കെ പിടിക്കണം കേട്ടോ. അപ്പോഴെന്തെങ്കിലും ഇതേപോലെ ഒരു പഴയ ടവലൊക്കെ നമ്മൾ കുളിക്കാൻ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴേ കുളിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ രാവിലെ കുളിച്ചതല്ലേ, അയ്യോ എന്തൊരു വേദന. അപ്പോഴേ ചിലപ്പോൾ ഞാൻ ഓർക്കേ മുടി ഇല്ലാത്തവർക്കും വീഡിയോ ഒക്കെ ചെയ്യണ്ടേ. മുടി ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ മുടി ഇത്തിരിയൊക്കെ വളർന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്കും വീഡിയോ ചെയ്യണമല്ലോ. മുടിയില്ലാത്തവർക്കും വീഡിയോ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇതിപ്പം നമ്മുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നേക്കുക. നമ്മൾ വീഡിയോ ചെയ്തല്ലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലേ, മുടിയില്ലാത്തവർക്കും വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യണ്ടേ എല്ലാ കൂട്ടുകാരെ. പിന്നെ കളിയാക്കാൻ വരുന്നവർ നിങ്ങളും കളിയാക്കിക്കോ കേട്ടോ. നമുക്കൊന്നും ഒരു കുഴപ്പമോ ഇല്ല കേട്ടോ. നിങ്ങൾ പഠിച്ച പാഠമേ നിങ്ങളൊക്കെ പാടത്തുള്ളൂ. ശങ്കരൻ പിന്നെയും തെങ്ങേല ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിൽ കിടന്നാലും അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പണ്ട് സത്യം, അതൊക്കെ കറക്റ്റാണ്. പിന്നെ ഈ പണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രായമുള്ളവരൊക്കെ പറയുന്നത് സത്യം. അപ്പോൾ നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. പൊട്ടയ്ക്ക് ഊരി വെച്ചു കേട്ടോ. പാൽപ്പാടയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ തുണിക്കകത്ത് വീണാലും ഒത്തിരി സ്മെല്ലൊക്കെ ഇതാവും കേട്ടോ.
ഇന്നിപ്പം രാവിലെ മഴയായിരുന്നു. ഇപ്പോൾ അതേ ഒരു ചെറിയ ഒരു എന്താ വെയിലൊക്കെ വരുന്നു കേട്ടോ. ഒരു ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഇട്ട് കൊടുത്ത് നോക്ക്, നല്ല വ്യത്യാസം. കാക്ക ഇരുന്ന് വിളിക്കുന്നു. കാക്ക എനിക്ക് ടെൻഷൻ ഉണ്ടാക്കാനായിട്ട് രാവിലെ ഇരുന്ന് വിളിക്കുന്നു. അപ്പോഴേ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ആഴ്ചയിലോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. എന്തായാലും രാവിലെ നമ്മൾ സൊസൈറ്റിയിൽ നിന്നോ വീടുകളിൽ നിന്നോ ഒക്കെ നമ്മൾ പാല് വാങ്ങിക്കുന്നത്. അപ്പോഴത് ഞാൻ രാവിലെ കാച്ചി അങ്ങ് വെക്കും കേട്ടോ. കാച്ചി അങ്ങ് വെക്കും. എനിക്കിഷ്ടമല്ല ഫ്രിഡ്ജിനകത്ത് പച്ചപ്പാലെടുത്ത് വയ്ക്കുന്നത്, ഇഷ്ടമല്ല കേട്ടോ. രാവിലെ മുതൽ ഇവിടെ നമ്മുടെ പാട്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോഴേ ആരാ മരിച്ചതെന്നൊന്നും അറിയാൻ വയ്യായിരുന്നു. പിന്നെ നമ്മുടെ അണ്ണനെ വിളിച്ച് ചോദിച്ചാൽ ആരും പറഞ്ഞതും ഇല്ല. ഇവിടെ അപ്പുറത്തുള്ള ഒരു അമ്മച്ചി, എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ആളിനെയൊക്കെ പറഞ്ഞു തന്നു, പക്ഷേ ഇതുവരെ ഏത് അമ്മച്ചിയാണെന്ന് അറിയത്തില്ല. ഇനി ഫോട്ടോ എങ്ങനെ കാണുമ്പോഴേ ഇനി ഏത് അമ്മച്ചിയായിരുന്നു, അയ്യോ പോയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയും. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാവും. ചേച്ചി അപ്പുറത്താണ് കേട്ടോ. അടുത്തൊക്കെ ആണെങ്കിൽ നമ്മളെ അപ്പോഴാരെങ്കിലും ഒക്കെ പറയും. ചേച്ചി അപ്പുറത്താണ് കേട്ടോ. പാട്ട് കേൾക്കുന്ന, പക്ഷെ ആരും പറഞ്ഞതും ഇല്ല, ആരാന്ന് നമുക്ക് അറിയത്തില്ല. അമ്മച്ചി ഇപ്പം സ്വർഗത്ത് പോയി കാണും. അമ്മച്ചി ഇന്നിപ്പോൾ ഞാൻ കഴുത്തലേ ഇടുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കിച്ചി തൈലമൊക്കെ പുരട്ടി ചൂടൊക്കെ കൊടുക്കണം കേട്ടോ. ബാക്കി എൻ്റെ മൂക്ക് പുരട്ടി കൊടുക്കും. ഇപ്പം ഭയങ്കര ഇഷ്ടം ഞാൻ ചെയ്യുന്നത് കൊണ്ടേ പകുതി ഞാൻ എടുത്തുള്ളൂ കേട്ടോ. ഒരറ്റത്തുനിന്ന് ഞാൻ എടുക്കുന്നത് കൊച്ചിനും കൂടെ കൊടുക്കുക, അവക്കും കൂടെ മുഖത്ത് പുരട്ടി കൊടുക്കുക. അതൊക്കെ ഭയങ്കര ഇഷ്ടം. നമുക്കാരെങ്കിലും ഇത് ചെയ്ത് തന്നായിരുന്നെങ്കിൽ സത്യം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിപ്പോൾ ഇന്നിപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ പൈസയൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് ചെയ്താൽ കേട്ടോ ഒത്തിരിയൊക്കെ നമ്മുടെ മുഖത്തൊക്കെ നല്ല ഇതാവും കേട്ടോ. ഇന്നിപ്പോൾ ഓരോ പായ്ക്കുകളൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കുരുക്കളോ പാടുകളോ ഒന്നും നമുക്കില്ല കേട്ടോ. എൻ്റെ മുഖത്ത് ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇങ്ങനെ കാരകൾ ഇങ്ങനെ കറുത്ത ഈ മൂക്കൻ്റെ ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോഴേ നമ്മൾ ആ ചൂടുവെള്ളം കുളിക്കാൻ നേരം ആ ചൂടുവെള്ളമൊക്കെ ഇങ്ങനെ മുക്കി എന്തെങ്കിലും ഒരു ടവല് കൊണ്ടുപോയി മുക്കിയൊക്കെ ഇങ്ങനെ പിടിച്ചാലുണ്ടല്ലോ ഇതൊന്നും നമ്മുടെ മുഖത്ത് ഉണ്ടാകത്തില്ല. പിന്നെ പോരാത്തതിന് നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മുഖത്തിന് നല്ല ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മൂക്കാണ്. കുറച്ച് ഇവിടെയും കൂടി ഇട്ട് തീർക്കാം, പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അവിടെ ഞാൻ ഇടുന്നില്ല കേട്ടോ. തൈലം പുരട്ടണം, ഭയങ്കര വേദന. കുറച്ച് ഇവിടെ കുറച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും കൂടെ ആയിരുന്നെങ്കിൽ തീർന്ന് കിട്ടിയേനെ. ഇടുന്നില്ല കേട്ടോ. അപ്പോഴിതൊരു നമുക്കൊരു 10-15 ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേനും, ഒരുപാട് അങ്ങ് ഉണങ്ങാൻ നിൽക്കരുത്, നമുക്ക് തുടയ്ക്കാം കേട്ടോ. ഭയങ്കര മഴ. ഞാൻ വിചാരിച്ചല്ലേ കാറ്റടിച്ചുകൊണ്ട് പോകുന്നു. ഞാനങ്ങ് പെരെ കയറി കഥകൊക്കെ അങ്ങോട്ട് അടഞ്ഞങ്ങോട്ട് എന്തൊരു കാറ്റായിപ്പോയി. പെരയ്ക്കങ്ങ് മൊത്തം വെള്ളം കയറി. ഇവിടുന്ന് ശക്തിയായിട്ട് കാറ്റടിച്ച് എൻ്റെ പൊന്നെ വെള്ളത്തിനകത്ത് ഇപ്പം നിൽക്കുന്ന ചുറ്റവട്ടം മുഴുക്ക വെള്ളമായി. ഭയങ്കര തകർത്ത് വാരി മഴ. ആ സമയം ഇനി താമസിച്ചാൽ ഒത്തിരി സമയമാകത്തില്ല. ഇപ്പം തന്നെ ഒരു 15 മിനിറ്റൊക്കെ ആയി കേട്ടോ. അപ്പോൾ നമ്മുടെ കായ്ക്കൊക്കെ ഇങ്ങനായി. ഞാൻ മിണ്ടിയില്ല കേട്ടോ, മിണ്ടിയില്ല. എന്തൊരു കാറ്റിവിടെ. ഞാൻ മൊബൈൽ എടുത്തോണ്ട് ഓടി. പക്ഷേ ഇത് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ തന്നെ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കുലുങ്ങുമായിരുന്നു. നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് കഴുത്തുണ്ടായിരുന്നെങ്കിലേ ഒത്തിരി പണി ആയിപ്പോയേനെ. അപ്പോൾ കഴുത്തിലിടാനൊരു കാര്യമായി കേട്ടോ. കഴുത്തിലിടാനൊരു തൈലം കിടക്കണം എനിക്കിത് അതിനാട്ടോ. അപ്പോൾ നമുക്ക് തുടയ്ക്കാം. ഞാൻ വിചാരിച്ചതേ നമുക്ക് വെളിയിൽ പോയി തുടയ്ക്കാന്നൊക്കെ. ഇതിപ്പോൾ ഇവിടൊക്കെ ആവുമെന്ന് വിചാരിച്ച് ഇടുക്കാഴ്ചയായിട്ട് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം, അല്ലാതെ തെറി വിളിക്കുന്ന. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്തിട്ട്
നമ്മളെ കുറ്റപ്പെടുത്താവും കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം വരും വെറുതെ. എന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല അടിപൊളി കിടുക്കാച്ചി ഐറ്റങ്ങളാണ്, നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെ. ഈ മരമൊക്കെ വീഴുമ്പോൾ അത്രയ്ക്ക് ഭയങ്കരമായ കാറ്റുമൊക്കെ. നാളെ 1-ാം തീയതി അല്ലയോ. ഞാനേ ഫുള്ളൊന്ന് തുടച്ചിട്ട് കാണിക്കപ്പെട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി സമയം എടുക്കത്തില്ലേ, നിങ്ങൾക്ക് ദേഷ്യം വരും ഇവളെന്തോ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. മൊത്തം തുടച്ചിട്ട് ഞാൻ കാണിക്കാം. നമ്മളൊരു 15 മിനിറ്റ് വെച്ചുള്ളൂ കേട്ടോ. ഞാൻ ഒരു 15 മിനിറ്റ് വെച്ചുള്ളൂ. പക്ഷെ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നന്നായിട്ടൊന്ന് തുടച്ചില്ല, ഞാൻ തുടച്ചോളാം. ഇവിടെ അങ്ങ് തണുത്തിട്ട് വയ്യ കേട്ടോ, എന്തിന് മഴയാ, തണുത്തിട്ട് വയ്യ. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഉപ്പായിക്കാണ് കേട്ടോ. ഇതിൻ്റെ മുടിയിലുള്ള ഇവിടെ എല്ലാം ആയിരിക്കുന്നു. ഇതേ ചിലരൊക്കെ ഇങ്ങനെ മുടിയൊക്കെ വളർത്തിയിട്ട് വേണം ഇങ്ങനെയൊക്കെ ഇടാൻ. എനിക്ക് ഇത് നിങ്ങൾ കണ്ടാൽ ഞാനൊരു ചീപ്പ് വാങ്ങിച്ചു വെച്ചത്, ആ ചീപ്പും കൊണ്ടൊക്കെ ഈ കാർക്കൂന്തലൊന്ന് പിന്നെ ചെയ്യുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ഞാൻ കേട്ടോ. ഞാനൊരു വലിയൊരു ചീപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചു. അപ്പോഴും നമ്മുടെ പായ്ക്ക അടിപൊളിയാണ് കേട്ടോ, പായ്ക്ക അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. രാവിലെ പാല് കാച്ചിയിട്ട് ഇച്ചിരി പാൽപ്പാട എടുത്ത് ഇച്ചിരി കടലമാവൊക്കെ ഇപ്പം ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ വാങ്ങിച്ച് വെക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. കള്ളത്തരൊന്നും എന്നോട് പറയരുത് കേട്ടോ. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മുടെ മുഖത്ത് രാവിലെ കുളിക്കുന്നതിന് മുന്നൊക്കെ നമുക്കിങ്ങനെ ചെയ്തിട്ട് നമുക്ക് കുളിച്ചാൽ മതി. പിന്നെ നമ്മൾ സോപ്പൊന്നും ഉപയോഗിച്ച് മുഖം കഴുകരുത്. ഞാൻ നന്നായിട്ട് മുഖമൊക്കെ കഴുകിയിട്ടാണ് വന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ സോപ്പിട്ട് മുഖം കഴുകരുത്. ഇതൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതായതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കുക, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇതൊന്നും വെച്ച് നമുക്കൊരു വ്യത്യാസം വരത്തില്ല. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിന് ഏതാ നല്ലതെന്ന് നമ്മൾ നോക്കി ചെയ്യണം കേട്ടോ. എന്ത് തന്നെ ആണെങ്കിലും ആദ്യം നമ്മളൊന്ന് അലർജിയൊക്കെ നോക്കി വെറുതെ ഒന്ന് നമ്മുടെ കയ്യിൽ ഒന്ന് തൂത്തിട്ട് അലർജി എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ നോക്കിയിട്ട് വേണം നമ്മുടെ മുഖത്ത് ഏത് പായ്ക്കലാണേലും ഇതിനാണ് ആദ്യമേ പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ അലർജിയൊക്കെ ഉള്ളവർ കാണുമല്ലോ കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നമുക്ക് കിടു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ടിപ്പും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. എനിക്ക് നല്ല പണി കിട്ടിയപ്പോഴാണ് ഫുള്ള് കാറ്റടിച്ച് ഈ കസേരയും സിറ്റൗട്ടും നിറയെ വെള്ളമായിട്ട് കിടക്കും. അപ്പോൾ തുടയ്ക്കണമെങ്കിൽ തെന്നി വീഴും. കഥവ് തുറന്നിട്ട് അകത്ത് വരെ വെള്ളം പോയി കേട്ടോ. ഇനി അതിനായിട്ടൊക്കെ ഇരിക്കട്ടെ കേട്ടോ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.